സന്തോഷ്, കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകുകയാണ്. ഏറ്റവും പുതിയ വിഷ്വൽസ് ആണ്. നോക്കൂ, ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിൽ നിന്നാണ് ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ചാടിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ വലിയ പരിശോധനകൾ നടക്കുന്നു, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ കണ്ണൂരിലൂടെ പോയിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും, ഏറ്റവും റോഡിനോട് ചേർന്നാണ് ജയിൽ എന്ന് പറയുന്നത്. വലിയ മതിൽക്കെട്ടുകളുണ്ട്. ആ മതിൽക്കെട്ടുകൾ മറികടന്നുകൊണ്ട് CCTV ക്യാമറകളെ മറികടന്നുകൊണ്ട് ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇവൻ എങ്ങനെ ചാടിപ്പോയി എന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. ഉറപ്പായും ഒരു കാര്യം ഉറപ്പിക്കാം, സഹായം വലിയ തോതിൽ കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ഇരുമ്പഴികൾ മുറിക്കാനുള്ള സംവിധാനം അവന്റെ കയ്യിലേക്ക് എങ്ങനെ വന്നു എന്നതൊരു പ്രധാനപ്പെട്ട വിഷയം. അത് ഈ ഇരുമ്പഴികൾ കൃത്യമായി മുറിച്ച് ആരും അറിയാതെ പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഉള്ളിൽ നിന്നും സഹായം കിട്ടിയിട്ടുണ്ടാകാം, പുറത്തു നിന്നും സഹായം കിട്ടിയിട്ടുണ്ടാകാം. ആ സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. അവർ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള പുതിയ വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. സെൻട്രൽ പ്രിസൺ കറക്ഷണൽ ഹോം കണ്ണൂർ എന്ന് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കണ്ണൂരിലൂടെ പോയിട്ടുള്ള എല്ലാവരും ഈ ദൃശ്യങ്ങൾ എത്രയോ വട്ടം കണ്ടിട്ടുള്ളതാകാം. അതിൽ നിന്ന് തൊട്ടുമുന്നിൽ ദേശീയപാതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ്, ജയിൽ ചാടിയെത്തിയാൽ തൊട്ടുമുന്നിൽ ദേശീയപാതയാണ്, വാഹനങ്ങൾ ചീറിപ്പായുന്ന സ്ഥലം. ഇനി പുറത്താരെങ്കിലും കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ കയറിപ്പോകാൻ പറ്റും. അതല്ലെങ്കിൽ ചരക്ക് വാഹനങ്ങൾ, ബസ്സുകൾ ഒക്കെ ഇങ്ങനെ വരുന്ന ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എളുപ്പം പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ദേശീയപാത 66 ചേർന്ന് തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജയിൽ ചാടുന്ന ഈ പ്രതിക്ക് വളരെ പെട്ടെന്ന് ഈ ദേശീയപാതയിൽ എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായ നിഗമന പ്രകാരം പിൻഭാഗത്തുള്ള, അതായത് ജയിലിന്റെ ഈ മുൻഭാഗത്തുള്ള മതിലല്ല, പിൻഭാഗത്തുള്ള മതിലാണ് ചാടിക്കടന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുവഴിയാണെങ്കിൽ മറ്റൊരു വഴി ചുറ്റി മറ്റൊരു റോഡിലൂടെ ഏതാണ്ട് ഒരു 1 കിലോമീറ്ററോളം ചുറ്റിയാലാണ് ഈ ദേശീയപാതയിൽ എത്താൻ കഴിയുക. അവിടെ നിന്നും മറ്റു ചില ഇട റോഡുകൾ കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജയിലിന്റെ പിൻഭാഗത്തു നിന്നും ചില സ്ഥലങ്ങളിലേക്കുള്ള നഗരത്തിലേക്ക് എത്താൻ കഴിയുന്ന ഇട റോഡുകൾ കൂടിയുണ്ട്. അങ്ങനെയുള്ള റോഡുകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഇതിനു മുൻപ് ഒരു തവണ, 1 വർഷം മുൻപ് കണ്ണൂരിൽ ഒരു ലഹരി കേസിലെ പ്രതി ഇതുപോലെ ജയിൽ ചാടിയിരുന്നു. പക്ഷെ അത്ര ഈ ഇങ്ങനെയുള്ള അതീവ സുരക്ഷയുള്ള ബ്ലോക്കിലായിരുന്നില്ല. അന്ന് ഈ മയക്കുമരുന്ന് കേസിൽ ജയിലിലായതായിരുന്നു. അന്ന് പത്രം എടുക്കാനായി പുറത്തു പോയപ്പോൾ ഓടി രക്ഷപ്പെടുകയും ഒരു വാഹനത്തിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുകയുമായിരുന്നു ദേശീയപാതയിലൂടെ. മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് ആ പ്രതിയെ കണ്ടെത്തി തിരികെ ജയിലിൽ അടച്ചിരുന്നു. ഏതായാലും ആ ഒരു രീതിയിൽ തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ പോലീസ് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്നതാണ്. ഈ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിലെ വളരെ വിദഗ്ധരായിട്ടുള്ള സൈബർ കേസുകൾ ഉൾപ്പെടെ അന്വേഷിക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനം കൂടി പോലീസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ പ്രതി പിടിയിലാകും എന്നുള്ള, ഗോവിന്ദസ്വാമിയെ വൈകാതെ പിടിയിലാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ നമ്മൾ സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനു പറഞ്ഞത് വളരെ പ്രസക്തമാണ്. അതായത് ഇതിന് പിന്നിൽ ഒരു ആസൂത്രണമുണ്ട്. ആ ആസൂത്രണം എത്ര വലുതായിരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ ഗോവിന്ദസ്വാമിയെ തിരികെ ജയിലിൽ എത്തിക്കുന്നത്. കാരണം എത്ര പുറമേ നിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ, എവിടേക്ക് ജയിൽ ചാടി രക്ഷപ്പെടണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെങ്കിൽ, വലിയ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ജയിൽ ചാട്ടത്തിന്റെ ആദ്യ മണിക്കൂറുകൾ സംസ്ഥാനം വിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ എത്തുന്നതിന് മുമ്പായി തന്നെ ഈ പ്രതിയെ കണ്ടെത്തുക, ഈ കുറ്റവാളിയെ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ആ ഗോൾഡൻ അവേഴ്സ്, നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ പോലീസ് എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ പോലീസിന്റെ ജനകീയമായിട്ടുള്ള ഒരു സഹായത്തോടു കൂടി ഇയാളെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. കണ്ണൂർ ജയിലിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അത്. കാരണം 10ാം നമ്പർ ബ്ലോക്കിൽ നിന്നും ജയിലിന്റെ അഴി മുറിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവം. തീർച്ചയായും ഈ സന്തോഷ്, ഒന്ന്, ഈ ജയിലഴികൾ മുറിച്ച് ഇയാൾ രക്ഷപ്പെടുന്നു. CCTV സർവൈലൻസിലുള്ള പ്രദേശം കൂടിയാണിതെന്ന് പറയുന്നത്. ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനെയൊക്കെ മറികടന്ന് പുറകിലത്തെ മതിലും ചാടി ഒരു പ്രതിക്ക് അനായാസം പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അതൊരു ഒരു ലാസ്റ്റ് മിനിറ്റിലുണ്ടായ ഒരു മിന്നൽ വേഗത്തിലുണ്ടായ ഒരു സംഭവമല്ല. അതിന് പുറകിൽ കൃത്യമായ ആസൂത്രണമെന്ത്, ഉദ്യോഗസ്ഥർ ഇല്ലാത്ത സമയം അത് കൃത്യമായി മനസ്സിലാക്കുന്നു, കൃത്യമായി മതിൽ ചാടാൻ പറ്റിയിടം നേരത്തെ നോക്കി വെക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ടാകാം.
ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സെൻട്രൽ ജയിലിന്റെ പുറകുവശത്തെ ഈ വലിയ മതിൽ ചാടിക്കടന്നാണ് ഇയാൾ ജയിൽ ചാടിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ജയിലിന്റെ ഇരുമ്പഴികൾ ഇരുമ്പ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചുകൊണ്ടാണ് ഇയാൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ അത് വളരെ വേഗത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും അതിനുശേഷം ഇയാൾ ജയിലിന്റെ പുറകു ഭാഗത്തേക്ക് പോവുകയും അവിടെ മതിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആദ്യം നമ്മുടെ മുൻപിലേക്ക് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു, ആരുടെയെങ്കിലുമൊക്കെ സഹായം കിട്ടിയിട്ടുണ്ടോ, ഈ ആസൂത്രണം എങ്ങനെ നടന്നു എന്നതൊക്കെ വരും സമയങ്ങളിൽ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. അത് അങ്ങനെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പോലീസ് ഇപ്പോൾ നാട് അരിച്ചു പെറുക്കുകയാണ്. പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണം നടക്കുന്നു. ദേശീയപാതയിലെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണം നടക്കുന്നു. ടാക്സി സ്റ്റാൻഡുകൾ, ബസ് സ്റ്റാൻഡുകൾ, ലോഡ്ജുകൾ ഒക്കെ പരിശോധിക്കുകയാണ്. ഇയാൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള കുറ്റിക്കാടുകളടക്കം അങ്ങനെയുള്ള കാട് പിടിച്ച പ്രദേശങ്ങളൊക്കെ അരിച്ചു പെറുക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇത്രയും പൊക്കമുള്ള വലിയ മതിലാണ് ചാടിക്കടന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, എങ്ങനെ അയാൾ അതിലേക്ക് വലിഞ്ഞു കയറി, എങ്ങനെ അവിടെ നിന്ന് എടുത്ത് താഴേക്ക് ചാടി, അതിനുശേഷം അയാൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ചോദ്യങ്ങൾ പ്രസക്തമാണ്, ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഏതായാലും അതിന് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണത്തിലൂടെ അതിലൊരു വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നാടൊന്നടങ്കം അരിച്ചു പെറുക്കുന്നു. അതിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗോവിന്ദച്ചാമി, കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്തയെത്തുന്നു. ഇന്ന് പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ്. ആളെ കണ്ടു കിട്ടിയാൽ അല്ലെങ്കിൽ ആളെ എവിടെയെങ്കിലും കണ്ടാൽ അറിയുന്നതിനുള്ള ഫോൺ നമ്പറുകളടക്കം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്ക്രീനുകളിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊന്ന് മനസ്സിൽ വയ്ക്കുക. അതിനുശേഷം അവന്റെ ഫോട്ടോയും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. എവിടെയെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയോ അതല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യുക. നമുക്ക് കൂടി അങ്ങനെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഏതായാലും ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നു, നമ്മളെ അമ്പരപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നത്, ഇന്ന് പുലർച്ചെയാണ് ഇത് സംഭവിച്ചത്. അത് എങ്ങനെ നടന്നു എന്നത് ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ്. ഓരോ 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 മലയാളിയെ സംബന്ധിച്ചും അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് അത്രമേൽ കൊടും കുറ്റവാളിയാണ് ഇവൻ. നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും ഇറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവരുടെ ക്രിമിനൽ മൈൻഡിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ കൊലപാതകം നടന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു മാനസാന്തരവും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇതുപോലൊരു കൊടും കൃത്യം നടത്തി. ഇതാ ഒരു ഒരു തുണി പോലെ എന്തോ ഒന്ന് തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ കെട്ടി ഇറങ്ങുകയായിരുന്നോ, തൂങ്ങി ഇറങ്ങുകയായിരുന്നോ എന്ന സംശയമുണ്ട്. ഏതായാലും ആ ജയിലിന്റെ മതിലിൽ ഒരു തുണി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ആ മതിലിൽ ആ തുണി കെട്ടി അയാൾ അതുവഴിയാണോ ഇറങ്ങിയത്, അത് നമുക്ക് അറിഞ്ഞുകൂടാ.